അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഇൻട്രോ നോക്കിയത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇൻട്രോ നോക്കി. ദെൻ പ്രോജക്റ്റ് അപ്രൈസൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സ് ഉണ്ടായിരുന്നു. അതിൽ ട്രഡീഷണൽ മെത്തേഡ്, മറ്റേ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്, ഇങ്ങനെ രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിട്ട് ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി. ദെൻ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ ഒരു പോയിന്റ് നോക്കി. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് ആയിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂവിന്റെ ബേസിലാണ് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും കോമൺലി ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് CMA കാണുന്നത്. CA അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിനി അങ്ങോട്ട് നെറ്റ് പ്രസന്റ് വാല്യൂ NPV വെച്ചിട്ടുള്ള കുറച്ച് വലിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അപ്പോഴും വരുമ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള മീൻസിലാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ NPV ഒരു സിംപ്ലിഫിക്കേഷൻ ആണ്. PV present value of cash inflow minus present value of cash outflow. Okay, so net present value equal to present value of cash inflow minus present value of cash outflow. ഈ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് PV അല്ലെങ്കിൽ വാട്ട് ഈസ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്, നമുക്ക് ഇൻഫ്ലോ ഉണ്ടാവും, ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ് ഇൻഫ്ലോ, അങ്ങോട്ട് കയ്യിൽ നിന്ന് പോകുന്ന കാശാണ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെ ഔട്ട്ലേ എന്നൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കും ക്വസ്റ്റ്യനിൽ. അപ്പോൾ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഇന്നത്തെ എൻ്റെ കയ്യിലിരിക്കുന്ന ₹1 വാല്യൂ എന്ന് പറയുന്നത് ഒരു വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നോർമൽ ടൈം വാല്യൂ ഓഫ് മണിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് എന്തായിരിക്കും? വാല്യൂ ഓഫ് മണി വിൽ ബി ഡിക്ലൈൻ എന്നുള്ള മീൻസിലായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ടൈമിനെ ഞാനിപ്പോൾ അറ്റ് പ്രസന്റ് ഞാനിപ്പം ടൈം വാല്യൂ ഓഫ് മണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിനെ ഞാൻ എന്ത് പറയും? T0, ടൈം 0. മനസ്സിലായില്ലേ? സീറോ ടൈം എന്ന് പറയും. സീറോ ടൈം T0. ദെൻ അത് T1 ആയപ്പോൾ 1 ഇയർ ആയി, T2 ആയപ്പോൾ 2 ഇയർ ആയി, T3 ആയപ്പോൾ 3 ഇയർ ആയി. അങ്ങനെ ഓരോ വർഷത്തിലും മണിയുടെ വാല്യൂ, ഈ കൺസെപ്റ്റിനാണ് എന്തെന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതിന് നമുക്ക് പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിച്ചിട്ടാണ്, പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം വാല്യൂ ഓഫ് മണി ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസന്റ് വാല്യൂ ഫാക്ടർ ആണ്, അതുകൊണ്ടാണ് ഇതിനെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രസന്റ് വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് ഇതാണ്. നമ്മൾ അറ്റ് പ്രസന്റ് നമ്മുടെ ₹1 ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ₹1 വാല്യൂ കുറെ ടൈം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വാല്യൂ ഓഫ് മണി ഡിക്ലൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. ടൈം വാല്യൂ ഓഫ് മണിയുടെ കൺസെപ്റ്റ്. ഈ സീറോ ടൈം ഉദ്ദേശിക്കുന്ന T0 ആണ്. T1 മീൻസ് 1 ഇയർ, T2 മീൻസ് 2 ഇയർ, T3 മീൻസ് 3 ഇയർ. ഇങ്ങനെ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോമൺലി യൂസ് ചെയ്യുന്ന ടേംസ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്ട്രക്ഷൻ നമ്പർ 4 ആണ്. അപ്ഡേറ്റഡ് മെറ്റീരിയൽ 475 CMA മെറ്റീരിയൽ. ദ പ്രോജക്ട് X കോസ്റ്റ് 2500. നൗ പ്രോജക്ട് Xന് 2500 കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് cash outflow at T0 എന്ന് സീറോ ടൈം ആണ്. സീറോ ടൈം എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ് ടൈമിൽ പ്രോജക്റ്റ് എക്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2500 ആണ്. ഓക്കെ, ₹2500 മുടക്കിയിട്ടാണ് ഒരു പ്രോജക്റ്റിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് അറ്റ് ജനറേറ്റ് ഇയർ എൻഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇയർ എൻഡ് ക്യാഷ് ഫ്ലോ. അതായത് T1 നമുക്ക് ₹900 ക്യാഷ് ഫ്ലോ കിട്ടും. ക്യാഷ് ഫ്ലോ മീൻസ് ക്യാഷ് ഇൻഫ്ലോ ആണ് ഇവിടെ. T1 ₹900 വരും, T2 നമുക്ക് ₹800 വരും, T3 നമുക്ക് ₹700 വരും, T4 നമുക്ക് ₹600 വരും, T5 നമുക്ക് ₹500 വരും. ആൻഡ്
ഫ്രം ഇയർ 1 to 5, അതായത് 5 years ആയിട്ടാണ്. ഈ 5 yearsനാണ് ഞാൻ ഇങ്ങനെ T1, T2, T3, T4 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തത്. 5 yearsന്റെ ക്യാഷ് ഫ്ലോ. അപ്പോൾ ക്വസ്റ്റിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2500 കോസ്റ്റ് ഓഫ് പ്രൊജക്ട് തന്നിട്ടുണ്ട്. ദെൻ പ്രൊജക്ട് 2500 ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും നമുക്ക് ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോ ഓരോ ടൈമിന്റെ ബേസിൽ T1, T2, T3 അങ്ങനെ T5 വരെ 5 yearsന്റെ ബേസിൽ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തു. ദെൻ ഇനി വരുന്നത് the opportunity cost of capital is assumed to be 10%. Okay, opportunity cost of capital at 10%. opportunity cost of capital എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ഓരോ വർഷത്തേക്കും പ്രസന്റ് വാല്യൂ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1 രൂപയ്ക്ക് 1 വർഷം കഴിയുമ്പോൾ ഉള്ള വാല്യൂ കുറച്ച് കുറവായിരിക്കും. 1 വർഷം കൂടെ കഴിയുമ്പോൾ ഇന്നത്തെ 1 രൂപയ്ക്ക് 2 വർഷം കഴിഞ്ഞു, അപ്പോൾ വീണ്ടും കുറെ കൂടെ ക്യാഷ് കുറയും. എഗെയിൻ ഒരു 3 വർഷം കൂടെ കഴിയുമ്പോൾ ഇന്നത്തെ എൻ്റെ കയ്യിരിക്കുന്ന 1 രൂപ 3 വർഷം കഴിയുമ്പോൾ വീണ്ടും ക്യാഷ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ, മണി വാല്യൂ ഡിക്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പി വി കാണേണ്ടത്. പി വി കാണേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 പോയിന്റ്, ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 1 പോയിന്റ് വരെ എന്താണ് കോൺസ്റ്റന്റ് ആണ്. ഇത്രയും നമ്മൾ ചെയ്തിട്ട് എത്രയാണോ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ പെർസെൻറ്റേജ് അത് ഈ പോയിന്റ് കഴിഞ്ഞ് ചെയ്യാം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1.10 ഇതാണ് ഫസ്റ്റ് ഇയറിലെ പ്രസന്റ് വാല്യൂ, T1ലെ പ്രസന്റ് വാല്യൂ. ദെൻ പി വി അറ്റ് T2 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1.10 ദി ഹോൾ സ്ക്വയർ. പി വി അറ്റ് T3 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1.10 ദി ക്യൂബ്. പി വി അറ്റ് T4 എന്ന് പറയുന്നത് 1.10 ദി ഹോൾ റൈസ് ടു 4. പി വി അറ്റ് T5 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1.10 ദി ഹോൾ റൈസ് ടു 5. ഓക്കെ, ഇങ്ങനെയാണ് പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമുക്കത് കമ്പ്യൂട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ബൈ യൂസിങ് കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് T1ൽ പി വി ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 ഡിവൈഡഡ് ബൈ 1.10 പ്രസ് ചെയ്യുക. ദെൻ 0.909 എന്ന് കിട്ടും. 1 ഡിവൈഡഡ് ബൈ 1.10 ഡയറക്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.909 എന്ന് പറയുന്ന പി വി ഫാക്ടർ കിട്ടും. പി വി ഫാക്ടർ അറ്റ് 10%. ദെൻ 2 തവണ ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്യുക. 2 തവണ കാൽക്കുലേറ്ററിൽ ഈ നോർമൽ കാൽക്കുലേറ്ററിൽ ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ ഈക്വൽ ടു പ്രസ് ചെയ്യുക. സെക്കൻഡ് ഇയർ ആയി 0.826. ഇനി അങ്ങോട്ട് വേറൊന്നും പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഈക്വൽ ടു പ്രസ് ചെയ്താൽ ഒരു തവണയോടെ ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോൾ തേർഡ് ഇയറിലുള്ളതായി 0.5751. ദെൻ അഗൈൻ ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോൾ ഫോർത്ത് ഇയറിലുള്ളതായി 0.683. അഗൈൻ ഒന്നുകൂടെ ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോൾ 0.620. ഓക്കെ, 620. അപ്പോൾ ഇതാണ് പി ഫാക്ടർ. ഒന്നുകൂടെ പറയാം, നമുക്കിത് ഫസ്റ്റ് ഇതിപ്പോൾ ഒരു കമ്പ്യൂട്ടേഷൻ്റെ നമുക്കൊരു പ്രശ്നം വരുന്നത് കൊണ്ട് ചിലപ്പോൾ പ്രശ്നമൊന്നുമില്ല, ചില ആളുകൾക്ക് ഈസി ആയിരിക്കും, പക്ഷേ ചില കുട്ടികൾക്ക് ഇത് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പി വി വാല്യൂ അല്ലെങ്കിൽ പി വി ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഡിവൈഡഡ് ബൈ 1.10 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർക്കുക. 1 ഡിവൈഡഡ് ബൈ 1 പോയിന്റ് വരെ എല്ലാ ക്വസ്റ്റ്യനിലും കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ 10% ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1.10 എന്ന് എഴുതണം. ഇപ്പൊ 15% ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1.15 എന്ന് ഞാൻ എഴുതിയേനെ. ആ ആൻസർ എഴുതുക. കിട്ടുന്ന ആൻസറിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ഇയറിലെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു. ദെൻ സെക്കൻഡ് ഇയറിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് 2 തവണ ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക. സെക്കൻഡ് ഇയറിലെ ആൻസർ കിട്ടും. ദെൻ അഗൈൻ ഇനി വേറെ പ്രസ് ചെയ്യേണ്ട, ഈക്വൽ ടു മാത്രം പ്രസ് ചെയ്തുകൊണ്ടിരുന്നായി ഓരോ തവണ ഈക്വൽ ടു നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും ഓരോ വർഷത്തിലെ പി വി വാല്യൂ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. 10% വെച്ചിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ട് ചെയ്യാം. പി വി ഫാക്ടർ നമുക്ക് കിട്ടും. ദെൻ ഇനി നമുക്ക് ഇത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ശരിയാണോ നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 0.909, 0.826, 0.751, 0.683, 0.620 കൃത്യമായി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാം? നമ്മുടെ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ ഈക്വൽ ടു പി വി വാല്യൂ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ.
നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണാം. ഞാനിത് ഒരു കമ്പ്യൂട്ടേഷൻ റെബിയാണ്, ഫൈനൽ ആൻസേഴ്സ് മാത്രം ഞാൻ കീപ്പ് ചെയ്യുന്നു. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഞാൻ കാണാൻ പോവുകയാണ്. പി വി ഫാക്ടർ ഞാൻ എഴുതാൻ പോകുന്നു. 0.909, 0.826, 0.751, 0.683, 0.620. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ചെയ്യാം. 900 into 0.909 equal to 818. Then 800 into 0.826 equal to 661. Then 700 into 0.751 equal to 526. Then 600 into 0.683 equal to 409. നമുക്ക് 410 എന്ന് എഴുതാം, റൗണ്ട് ചെയ്ത് എഴുതാം. 500 into 0.620 equal to 310. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ, ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഓക്കെ, ആഡ് ചെയ്യാം. 818 പ്ലസ് 661 പ്ലസ് 526 പ്ലസ് 410 പ്ലസ് 310, 2725 ആണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? NPV കമ്പ്യൂട്ട് ചെയ്യാം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 2725 മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 2500 ആണ്. T0യിലാണ് അത് വരുന്നത്. പ്രസന്റ് വാല്യൂ ഇന്നത്തെ 1 രൂപയ്ക്ക്, ഒരു കൺസെപ്റ്റ് മെയിൻലി നമ്മൾ മനസ്സിലാക്കട്ടെ, ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന 1 രൂപയ്ക്ക് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ 1 രൂപ തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്നൊരു 2500 റുപ്പീസ് കോസ്റ്റ് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ വില എത്രയാണ്? 2500 ആണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് എഴുതുമ്പോൾ കൃത്യമായും 2500 തന്നെ എഴുതുന്നത്. അതിന്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇന്നത്തെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇന്നത്തെ പ്രസന്റ് വാല്യൂ എന്ന് ₹1 ആണ്. ഇന്നത്തെ 1 രൂപയ്ക്ക് 1 രൂപ വിലയുണ്ട്. അപ്പൊ ഇന്നത്തെ 2500 റുപ്പീസ് 2500 റുപ്പീസ് ആണ്. അതാണ് അതിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. മൈനസ് 2500 ദാറ്റ് ഈസ് ഈക്വൽ ടു 225 റുപ്പീസ്. അതാണ് നമുക്ക് ആൻസർ നോക്കാം. 225 റുപ്പീസ് അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരു അക്സെപ്റ്റൻസ് റൂൾ എന്ന് പറയുന്ന സാധനം പി വി ഫാക്ടർ അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡിൽ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. ഇത് നോക്കണം. അക്സെപ്റ്റൻസ് റൂൾ. Acceptance rule. If net present value is positive, then accept the project. If net present value is negative, then reject the project. If net present value is 0, then may or may not accept or reject the project. Okay, ഇതാണ് ഇതിന്റെ അക്സെപ്റ്റൻസ് റൂൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിലുള്ള പ്രോജക്റ്റ് അപ്രൈസൽ ടെക്നിക്കാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ 2 പ്രോജക്ട്സ് കമ്പയർ ചെയ്യുമ്പോഴും പുതിയ പ്രോജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് കമ്പയർ ചെയ്യുമ്പോഴും എല്ലാം നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന ഒരു കണക്കാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഒരു കുഞ്ഞു കണക്കാണ്. നമുക്കിനി 10th ഇല്ലസ്ട്രേഷനോട് നെറ്റ് പ്രസന്റ് വാല്യൂ വലിയ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഉറപ്പായിട്ട് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 to 10 12 മാർക്കിനൊക്കെ 12 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 8 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. നെറ്റ് പ്രസന്റ് വാല്യൂ CMAക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, CAക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.
ഉറപ്പായിട്ടും ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്. 9th ലോട്ടിലാണ് കോസ്റ്റ് എഫ് എമ്മിനകത്ത് നമുക്ക് ചോദിക്കുന്നത്, 10th പേപ്പർ 10 CMA. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ സെക്കൻഡ് ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. PI എന്ന് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് PI ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് cash inflow divided by present value of cash outflow. Okay, profitability index മെത്തേഡിൽ നമുക്ക് ചെയ്യേണ്ടത് present value of cash inflow divided by present value of cash outflow. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The initial cash outlay of a project is rupees 1 lakh. അപ്പോൾ നമുക്ക് cash outflow തന്നിട്ടുണ്ട്. Present value, that is T0, of cash outflow equal to rupees 1 lakh. Then it can generate cash inflow of rupees cash inflows T1 ൽ 40,000, T2 30,000, T3 50,000, T4 20,000. ഇവിടെ 4 ഇയേഴ്സിലെ ക്യാഷ് ഇൻഫ്ലോ തന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ പ്രോജക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh rupees വരും. നമുക്ക് ഈ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊജക്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കണ്ടിന്യൂലി 4 ഇയേഴ്സിൽ ഉണ്ടാകുന്ന നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. 40,000, 30,000, 50,000, 20,000. ഇൻവെസ്റ്റ് ചെയ്ത് 1 year കഴിയുമ്പോഴായിരിക്കും ആദ്യത്തെ ഒരു വർഷത്തെ 40,000 നമുക്ക് കിട്ടുന്നുള്ള കൺസെപ്റ്റ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് T0 ടൈം നമ്മൾ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 lakh ആണ്. അപ്പോൾ അതിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 lakh rupees തന്നെയാണ്. പക്ഷേ ഈ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 yearന്റെ എൻഡിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 40,000 rupees നമുക്ക് ഇൻഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, T1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു, ടൈം 1. ഇനി നമുക്ക് ഇതിന്റെ പ്രസന്റ് വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തു ഇവിടെ. അഗെയിൻ സെക്കൻഡ് കോളം പ്രസന്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 10% ആണ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 10% അറ്റ് റേറ്റ് എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. 10% ആണ്. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 0.909, 0.826, 0.751, 0.683. ഓക്കെ, നമുക്ക് ഇതിന്റെ ടോട്ടൽ പ്രസന്റ് വാല്യൂ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് ആഡ് ചെയ്തെടുത്തിട്ട് ടോട്ടൽ പ്രസന്റ് വാല്യൂ എടുക്കാം. 40,000 into 0.909, that is equal to 36,360. Then 30,000 into 0.826, that is equal to 24,780. 50,000 into 0.571, that is equal to 37,550. Then 20,000 into 0.683, that is equal to 13,660. Total 36,360 plus 24,580 plus 37,550 plus 13,660. The total will be 1,12,350. This is the present value of cash inflow total. Okay, നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. 1,12,350. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ദെൻ നമുക്ക് പ്രസന്റ്
പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1,12,350 ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1.1235 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഞാൻ പറയുന്നു എൻ്റെ ഡിസിഷൻ it is a acceptable project എന്ന് ഞാൻ ഡിസിഷൻ എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ അക്സെപ്റ്റൻസ് റൂൾ നമുക്ക് നോക്കാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ 1 lakh rupees ഉണ്ട്. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എടുത്തു. അപ്പം പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആയ 1,12,350 ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ടുള്ള 1 lakh ഡിവൈഡ് ചെയ്ത് 1.125 എടുത്തു. ഞാൻ നിങ്ങൾക്ക് എന്റെ ഡിസിഷൻ പറഞ്ഞു എന്താണ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ പ്രോജക്ട്, എന്തുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ അക്സെപ്റ്റൻസ് റൂൾ നോക്കുമ്പോൾ മനസ്സിലാവും. അക്സെപ്റ്റൻസ് റൂൾ എന്ന് പറയുന്നത് ഇഫ് profitability index is greater than 1, accept the project. If profitability index is greater than 1, reject the project. If profitability index is equal to 1, then may or may not accept or reject the project. ഓക്കെ, ഇതാണ് നമ്മുടെ അക്സെപ്റ്റൻസ് റൂൾസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കിട്ടിയ ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എബോവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പ്രോബ്ലം ഇതിന്റെ ഫൈനൽ ആൻസർ ആയി ഡിസിഷൻ ഞാൻ എഴുതിയത് എന്തെന്ന് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ പ്രോബ്ലം. നമ്മളെടുത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ്, terminal value method. Okay, terminal value method. Question വായിക്കാം. Following information is available from XYZ Limited regarding a project. Initial outlay എന്ന് പറയുന്നത് 2 lakh rupees ആണ്. That is outflow എന്ന് പറയുന്നത് 2 lakhs ആണ്. Then new cash inflow at rupees 80,000 each of 5 years. 5 ഇയേഴ്സിന്റെ പ്രൊജക്ട് ഇൻഫ്ലോ ആണ് നമുക്കുള്ളത്. ആ ഇൻഫ്ലോ ഓരോ വർഷവും 80,000 rupees വെച്ചിട്ട് നമുക്ക് കിട്ടും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എൻഡ് ഓഫ് ദ ഇയർ 1, 2, 3, 4 തന്നിട്ടുണ്ട്. അപ്പോൾ 6%, 6%, 4%, 8%, 8%. ഓക്കെ, evaluate the proposal using terminal value method. Terminal value method നമ്മൾ കാണുമ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കോമ്പൗണ്ടഡ് പ്രസന്റ് വാല്യൂ ചെയ്യണം. ആനിറ്റി ടേബിൾ വെച്ചിട്ട് കോമ്പൗണ്ടഡ് പ്രസന്റ് വാല്യൂ ടേബിൾ എടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഒരു ബോക്സ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ കാണുന്ന പോലെ ഇയേഴ്സ് 1, 2, 3, 4, 5. ഓക്കെ, then cash flows തരുന്നു 80,000, 80,000, 80,000, 80,000, 80,000. ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6%, 6%, 8%, 8%, 8%. പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ നമുക്ക് കിട്ടുന്ന സാധനം ബാക്കിയുള്ള 4 ഇയേഴ്സിൽ നമുക്ക് ഫസ്റ്റ് ഇയർ 80,000 rupees നമുക്ക് ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നു. അതിനെ ഞാൻ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 വർഷവും എനിക്ക് എന്ത് കിട്ടും, 6% ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, സെക്കൻഡ് ഇയർ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 4 ഇയേഴ്സ് ആണ്.
ഫസ്റ്റ് ഇയറിൽ 80,000 rupees ഇൻഫ്ലോ ഉണ്ടാകുന്നു. അത് ഞാൻ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 years ആണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 4 വർഷവും എനിക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അതാണ് പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 4 years. ദെൻ തൊട്ടടുത്ത് വരുമ്പോൾ സെക്കൻഡ് ഇയറിൽ കിട്ടുന്നത് ബാക്കിയുള്ള 3 വർഷം എനിക്ക് റീഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ. തേർഡ് ഇയറിൽ കിട്ടുന്നത് എനിക്ക് എന്തായിരിക്കും? ബാക്കിയുള്ള 2 വർഷം റീഇൻവെസ്റ്റ്മെന്റ് കിട്ടുള്ളൂ. ഫോർത്ത് ഇയറിൽ കിട്ടുന്നത് തൊട്ടടുത്തുള്ള 1 വർഷം കൂടെ എനിക്ക് റീഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇയർ കിട്ടുന്ന 5th ഇയറിൽ കിട്ടുന്നത് നമുക്ക് പിന്നീട് റീഇൻവെസ്റ്റ്മെന്റ് പീരീഡ് വരില്ല. ദെൻ കോമ്പൗണ്ടഡ് ഫാക്ടർ. കോമ്പൗണ്ടഡ് ഫാക്ടർ നമുക്ക് ടേബിൾ നോക്കണം. ടേബിൾ നോക്കിയതിനു ശേഷം വേണം കണ്ടുപിടിക്കാൻ. കോമ്പൗണ്ടഡ് ഫാക്ടർ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഒരു പിക്ചർ കൂടെ നമുക്ക് ആഡ് ചെയ്യും. ടേബിളിന്റെ എങ്ങനെയാണ്, ഏത് ടേബിളിൽ നിന്നാണ് നമുക്കത് വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് കേസ് നമ്മൾ എന്താ ചെയ്യുക? പീരീഡ് നോക്കണം. ഇപ്പൊ ഫസ്റ്റ് കേസ് റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കോമ്പൗണ്ട് ചെയ്ത് കിട്ടാൻ പോകുന്ന കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കോമ്പൗണ്ടഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഫോർ റീഇൻവെസ്റ്റ്മെന്റ് പീരീഡ് 4 years ആണ്. 4 years 6% ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ 4 years പീരീഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. 4 years 6% ഇൻട്രസ്റ്റ്. അപ്പോൾ 1.262 തൊട്ടടുത്തത് 3 years 6%. 3 years 6% എന്ന് പറയുമ്പോൾ 1.191. പീരീഡ് കോളത്തിലാണ് ആ ഒരു ഇയേഴ്സ് നോക്കേണ്ടത്. അതിന് നേർക്ക് ആ 6% നോക്കുമ്പോൾ ഇതിന്റെ കോമ്പൗണ്ടഡ് ഫാക്ടർ കിട്ടും. ദെൻ നമുക്ക് തൊട്ടടുത്തത് 2 years 8%. 2 years 8% എന്ന് പറയുമ്പോൾ 1.166 കിട്ടും. ദെൻ 1 year 8% എന്ന് പറയുമ്പോൾ 1 year 8% 1.080 കിട്ടും. ദെൻ 0 yearsൽ വരുമ്പോൾ നമുക്ക് അതിന്റെ കോമ്പൗണ്ടഡ് ഫാക്ടർ എന്ന് പറയുന്നത് ₹1 ആണ്. ഓക്കെ, 1 ആണ് അതിന്റെ കോമ്പൗണ്ടഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തിട്ട് വേണം കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആണ് വേണ്ടത്. കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് 80,000 ആണ് റീഇൻവെസ്റ്റ്മെന്റ്. 80,000 ഇൻറ്റു 1.262 ചെയ്യണം. അപ്പൊ നമുക്ക് 1,09,60 കിട്ടും. ദെൻ 80,000 ഇൻറ്റു 1.91 ചെയ്യണം. 1.191 ചെയ്യണം. അപ്പൊ നമുക്ക് 95,280 കിട്ടും. റൗണ്ട് ഓഫ് നമുക്ക് റൗണ്ട് ചെയ്യണം. Then 80,000 reinvestment into compounding factor ആയ 1.16 ചെയ്യുമ്പോൾ നമുക്ക് 93,280 കിട്ടും. Then നമുക്ക് 80,000 into 1.080 ചെയ്യുമ്പോൾ നമുക്ക് 86,400 കിട്ടും. Then again 80,000 into 1 ചെയ്യുമ്പോൾ നമുക്ക് 80,000 കിട്ടും. ഇതിന്റെ ടോട്ടൽ എടുക്കണം. ടോട്ടൽ എടുക്കുമ്പോൾ 4,55,920 കിട്ടണം. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ. Then കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആയി. ദെൻ നമുക്കിനി വേണ്ടത് പ്രസന്റ് വാല്യൂ ഓഫ് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ. Present value of compounded cash inflow equal to, ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ് തന്നിരിക്കുന്നത്. 10% റേറ്റിൽ ഉള്ള ഇത് നമുക്ക് നോക്കണം. ഈ 10%ന്റെ ബേസിൽ പി വി ഫാക്ടർ എന്ന് പറയുന്നത് 5th ഇയർ, അതായത് പി വി ഫാക്ടർ at 10% of 5 year equal to, okay, 1 divided by 1.10 the whole raised to 5. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കമ്പ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ 1 divided by 1.10 ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടും. ഡബിൾ ടൈം നമുക്ക് ഇൻറ്റു പ്രസ് ചെയ്തതിനു ശേഷം ഈക്വൽ ടു എടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇയർ ആയി, തേർഡ് ഇയർ ആയി, ഫോർത്ത് ഇയർ ആയി, ഫിഫ്ത്ത് ഇയർ ആയി. ഫിഫ്ത്ത് ഇയറിൽ വരുന്നത് 0.621 എന്നാണ് വരുന്നത്.
0.621 ആണ് അതിന്റെ പി വി ഫാക്ടർ അറ്റ് 5 ഇയർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആയ 4,55,920 ഇൻറ്റു 0.621 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഇതിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ ഈക്വൽ ടു 2,83,126 പോയിന്റ് സംതിങ് കിട്ടും. ഇത്രയും മതി. 2,83,126 ആണ് നമ്മളിവിടെ പ്രസന്റ് വാല്യൂ ഓഫ് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇയേഴ്സ് ക്യാഷ് ഫ്ലോ എഴുതി, ഇൻട്രസ്റ്റ് റേറ്റ് എഴുതി, പീരീഡ് റീഇൻവെസ്റ്റ്മെന്റ് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ഇയർ കിട്ടുന്നത് സെക്കൻഡ് ഇയർ മുതൽ തുടങ്ങി അങ്ങോട്ടുള്ള ബാക്കിയുള്ള 4 വർഷങ്ങൾ, അതാണ് റീഇൻവെസ്റ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ 4, 3, 2, 1 റീഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ആണ്. ഈ തേർഡ് ഇയറിൽ കിട്ടിയതിന് ബാക്കിയുള്ള ഫോർത്ത് ഇയറിൽ ഫിഫ്ത് ഇയർ കൂടെ ചേർത്തിട്ടുള്ള 2 വർഷമാണ് റീഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. കോമ്പൗണ്ടഡ് ഫാക്ടർ നമ്മൾ ടേബിളിൽ നോക്കി എഴുതിയതാണ്. ദെൻ ഇത് രണ്ടും കൂടെ 80,000 0.1260 കൂടെ ഇൻഡ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. പ്രസന്റ് വാല്യൂ അല്ല, കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഈ കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് പ്രസന്റ് വാല്യൂ ഓഫ് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കിട്ടുന്നത്. ദെൻ ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് ഡിസിഷൻ എടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ലേ എന്ന് പറയുന്നത് 2 lakh ആണ്. ഇഫ് ക്യാഷ് ഔട്ട്ലേ ഫോർ ഔട്ട്ഫ്ലോ ഈസ് greater than പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇവിടെ 2 lakh rupees ആണ് നമ്മുടെ ഔട്ട്ലേ എന്ന് പറയുന്നത്. നമുക്കിവിടെ പ്രസന്റ് വാല്യൂ ഓഫ് കോമ്പൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 2,83,126 ആണ്. അപ്പൊ നമുക്ക് 2 lakh rupees ഔട്ട്ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 2,83,126 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ കണ്ടീഷൻ ഇവിടെ സിംപ്ലി മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ കിട്ടുന്ന ടെർമിനൽ വാല്യൂ എന്ന് പറയുന്ന സംഗതി, ഈ ടെർമിനൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാന്ന് നോക്കണം. ഇവിടുത്തെ ടെർമിനൽ വാല്യൂ എന്ന് പറയുന്നത് TV ഈക്വൽ ടു 2,83,126 മൈനസ് 2 lakh. അപ്പോൾ 83,126 ആണ് ഇവിടുത്തെ ടെർമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ടെർമിനൽ വാല്യൂ പോസിറ്റീവ് ഫിഗർ ആണ്. ഇഫ് അക്സെപ്റ്റ് റൂൾസ് എന്ന് പറയുന്നത്, ഇഫ് ടെർമിനൽ വാല്യൂ ഈസ് പോസിറ്റീവ് then accept. If terminal value is negative then reject. If terminal value is 0 then may or may not accept or reject. ഇതാണ് നമ്മുടെ അക്സെപ്റ്റൻസ് റൂൾസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ടെക്നിക്കാണ്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ദെൻ അടുത്ത പ്രൊജക്ട് അപ്രൈസൽ ടെക്നിക്കാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ARR എന്ന് പറയും. ഒരുപാട് ബേസിസിലുണ്ട്. അതിൽ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷൻ ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് പാറ്റ് എന്ന് പറയാം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പാറ്റ്, PBT, PAT. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഒരു ഓൾഡ് മെഷീന്റെ കേസ്, ഒരു ന്യൂ മെഷീന്റെ കേസ് ഉണ്ട്. ദ ഡയറക്ടേഴ്സ് ഓഫ് ബീറ്റ ലിമിറ്റഡ് ആർ contemplating the purchase of a new machine to replace a machine which has been in operation in the factory for the last 5 years. Ignoring interest but considering tax at 50% of net earnings, suggest which of the two alternatives should be
പ്രിഫർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓൾഡ് മെഷീന്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, ന്യൂ മെഷീന്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് ബീറ്റ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 5 years കൊണ്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേഷൻ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ ഇരിപ്പുണ്ട്. അപ്പോൾ 5 years കഴിയുമ്പോൾ ഇപ്പോൾ അതിനെ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണോ അതോ ഈ ഓൾഡ് മെഷീൻ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷനാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഇവിടെ നമുക്കിപ്പോൾ ശരിക്കും ചെയ്യുന്നത് റീപ്ലേസ്മെന്റ് ഡിസിഷൻ ആണ് ചെയ്യുന്നത്. ഓൾഡ് മെഷീൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ മെഷീൻ പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ള ഒരു റീപ്ലേസ്മെന്റ് ഡിസിഷനാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾഡ് മെഷീന്റെ ന്യൂ മെഷീന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദ മെഷീൻ തന്നിട്ടുണ്ട്, മെഷീൻ റണ്ണിങ് അവേഴ്സ് പെർ ആനം, ഓരോ വർഷവും എത്ര മണിക്കൂർ മാക്സിമം റൺ ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളത് തന്നിട്ടുണ്ട്, യൂണിറ്റ്സ് പെർ അവർ, ഒരു മണിക്കൂറിൽ ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, വേജസ് പെർ റണ്ണിങ് അവർ തന്നിട്ടുണ്ട്, പവർ പെർ ആനം തന്നിട്ടുണ്ട്, പവർ കോസ്റ്റ് ആണത്, കൺസ്യൂമബിൾ സ്റ്റോർസ് തന്നിട്ടുണ്ട്, ഓൾ അതർ ചാർജസ് പെർ ആനം തന്നിട്ടുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. യു മേ അസ്യൂം ദ അബവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സെയിൽസ് ആൻഡ് ദ കോസ്റ്റ്. ഓക്കെ, നമുക്ക് ചെയ്യാം. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻടു 100 ആണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസും ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റും. സെയിൽസ് മൈനസ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് ആണ് നമ്മുടെ സിമ്പിൾ ഇക്വേഷൻ. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇതിൽ നിന്ന് ടാക്സ് കൂട്ടത്തിൽ നമ്മുടെ ലെസ്സിയമ്മിലായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നത്. ഇതാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റിൽ വരച്ചു വെക്കേണ്ട കമ്പ്യൂട്ടേഷൻ. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, എത്ര യൂണിറ്റ് ആണെന്ന് നമ്മൾ എടുക്കുക, ടോട്ടൽ സെയിൽസ് എടുക്കുക, ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക, അതിന്റെ ഡിഫറൻസ് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിൽ നിന്ന് ടാക്സ് എലമെന്റ് നമ്മൾ ലെസ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പർട്ടിക്കുലർ ഓപ്ഷൻസ്, അതായത് ഓൾഡ് മെഷീനിൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര, ന്യൂ മെഷീനിൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുക. ഏത് ഓപ്ഷനിലാണോ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഹയർ റേറ്റ് കാണിക്കുന്നത് അതായിരിക്കും അക്സെപ്റ്റബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്കിവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഓൾഡ് മെഷീൻ, ന്യൂ മെഷീൻ. ഓക്കെ, ഓൾഡ് മെഷീന്റെ സിറ്റുവേഷനിൽ നമുക്ക് ആദ്യം സെയിൽസ് വയ്ക്കാം. നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെയിൽസ് ചെയ്ത് പോകണം. സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് സെയിൽസ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷെ ആ മെഷീൻ, ഓരോ മെഷീനും എത്ര മണിക്കൂറാണ് ഒരു വർഷത്തിൽ വർക്ക് ചെയ്തതും ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 2000 hours into 24 units, that is equal to 48,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതിന്റെ ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 48,000 into 48,000 into സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നതും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ് 1.25 എന്ന് തന്നിട്ടുണ്ട്. ₹1.25 ആണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 48,000 into 1.25 എന്ന് പറയുന്നത് നമുക്ക് 60,000 rupees എന്ന് കിട്ടും. 60,000 rupees ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത്. അതിവിടെ ഓൾഡ് മെഷീന്റെ സിറ്റുവേഷനിൽ. ന്യൂ മെഷീന്റെ സിറ്റുവേഷനിൽ അവിടുത്തെ വർക്കിംഗ് അവേഴ്സ് പെർ ഇയർ എന്ന് പറയുന്നത് 22,000 hours തന്നെയാണ്. ഒരു മണിക്കൂർ നടത്തുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 36 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ നടത്താവുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 2000 hours into 36 യൂണിറ്റ്സ് ആണ്. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 72,000 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പൊ 72,000 യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആയ സെയിം 1.25. മെഷീൻ എത്ര രൂപയ്ക്ക്, ഏത് മെഷീൻ ആണെന്നുണ്ടെങ്കിലും സെല്ലിംഗ് പ്രൈസ് ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റിൽ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കത്തില്ല. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇവിടെ ഡിഫറൻസ് ഇല്ല. ദെൻ
72,000 into 1.25 90,000 rupees നമുക്ക് സെയിൽസ് ആയി. ദെൻ നമുക്ക് ടോട്ടൽ കോസ്റ്റിലോട്ട് പോകണം. ടോട്ടൽ കോസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം നമുക്ക് എടുത്ത് ലെസ് ചെയ്ത് കളയണം. ലെസ് ചെയ്യാം. ദെൻ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ആദ്യം എടുക്കാം. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 0.5 തന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം 48,000 യൂണിറ്റ്സ് ആണ്. ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. മെറ്റീരിയൽ കോസ്റ്റ് 24,000 റുപ്പീസ് ആണ്. എഗെയിൻ ഇവിടെ 72,000 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ന്യൂ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് അവിടെയും 0.50 തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 36,000 റുപ്പീസ് എന്ന് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. ദെൻ ലേബർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലേബർ എന്ന് പറയുന്നത് വേജസ് പെർ റണ്ണിങ് അവേഴ്സ് ആണ്. ഓൾഡ് മെഷീനിലാണെന്നുണ്ടെങ്കിൽ 200 അവേഴ്സ് ആണ്. ഇൻറ്റു ₹3 പെർ അവർ ആണ്. ₹3 ദാറ്റ് ഈസ് 6,000. ന്യൂ മെഷീനിലാണെന്നുണ്ടെങ്കിലും റണ്ണിങ് അവേഴ്സ് 2,000 തന്നെയാണ്. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ലേബർ കോസ്റ്റ് പെർ അവർ എന്ന് പറയുന്നത് 5.25. ദെൻ 2,000 ഇൻറ്റു 5.25 ചെയ്യുമ്പോൾ നമുക്ക് 10,500 എന്ന് ലേബർ കോസ്റ്റ് കിട്ടും. ദെൻ നമുക്ക് വരുന്നത് പവർ ആണ്. ഡിപ്രീസിയേഷൻ എടുക്കാം. നമുക്ക് ഡിപ്രീസിയേഷൻ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾഡ് മെഷീന്റെ അസറ്റ് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 40,000 റുപ്പീസ് ആണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്. ദെൻ ന്യൂ മെഷീൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 60,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 40,000 ഡിവൈഡ് ബൈ അതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 10 ഇയേഴ്സ് ആണ്. ദാറ്റ് ഈസ് 4,000 റുപ്പീസ് പെർ ഇയർ വിൽ ബി ചാർജ് ആസ് ഡിപ്രീസിയേഷൻ. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ ന്യൂ മെഷീൻ എന്ന് പറയുന്നത് 60,000 ആയ അസറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അഗൈൻ അതും 10 ഇയേഴ്സ് തന്നെയാണ്. സോറി, അത് 10 ഇയേഴ്സ് അല്ല. എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് 10 ഇയേഴ്സ് ആണ്. ഓക്കെ, സോറി, 10 ഇയേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് 6,000 റുപ്പീസ് വരും. അപ്പോൾ ഓൾഡ് മെഷീൻ്റെ ന്യൂ മെഷീൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 10 ഇയേഴ്സ് തന്നെയാണ്. ഇപ്പോൾ 40,000 ഡിവൈഡ് ബൈ 10 4,000 ആണ് ഓൾഡ് മെഷീൻ്റെ പെർ ഇയർ ഡിപ്രീസിയേഷൻ. 60,000 ഡിവൈഡ് ബൈ 10 ഇയേഴ്സ് 6,000 റുപ്പീസ് ആണ് പെർ ഇയർ ഡിപ്രീസിയേഷൻ ഇൻ ന്യൂ മെഷീനറി. ദെൻ നമുക്ക് വരുന്നത് വേജസ് ആയി, ഡിപ്രീസിയേഷൻ ആയി, പവർ കോസ്റ്റ്. പവർ കോസ്റ്റ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് പവർ പെർ ആനം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. 2,000 റുപ്പീസ് ആണ് ഓൾഡ് മെഷീന്. 4,500 റുപ്പീസ് ആണ് ന്യൂ മെഷീന്റെ പവർ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇത് തന്നിട്ടുണ്ട്. കൺസ്യൂമബിൾസ് എന്ന് പറയുന്നതും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. 6,000 ദെൻ 7,500. ദെൻ അടുത്ത് വരുന്നത് അതർ എക്സ്പെൻസസ് ആണ്. അതർ എക്സ്പെൻസസും ക്വസ്റ്റ്യനിൽ എത്ര രൂപയാണ് ഇൻക്ലൂഡ് ആകുന്നതെന്ന് കൃത്യമായി ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതർ എക്സ്പെൻസസ് 8,000 9,000 ആണ്. 8,000 9,000 ആണ്. നമുക്കിനി ബാക്കിയുള്ള നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എടുക്കാം. ടോട്ടൽ കോസ്റ്റിന് ഞാൻ ബി എന്ന് എഴുതുന്നു, സെയിൽസിന് ഞാൻ എ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 24,000 ടു ഈ 8,000 റുപ്പീസ് വരെയുള്ള ടോട്ടലാണ്. 24 പ്ലസ് 6 30,000 34 36 42 അഗൈൻ 8,000 50,000 റുപ്പീസ് ആണ് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇത് ആഡ് ചെയ്യാം. 36,000 10,500 ദെൻ 46,500 52,500 plus 57,000 then 57,000 9,000 7,500 total 73,500 will be the total cost here. Then profit before tax. ഇവിടെ നമ്മുടെ സെയിൽസ് ആയി, ടോട്ടൽ കോസ്റ്റ് ആയി, പ്രോഫിറ്റ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നമ്മളിവിടെ അടുത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് PBT
എന്ന് പറയുന്നത് 60,000 ആയ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ആയ 50,000 നമ്മൾ ലെസ് ചെയ്യുമ്പോൾ 10,000 റുപ്പീസ് ആണ് ഓൾഡ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 19,000 ആയ സെയിൽസ് മൈനസ് 73,500 ആയ ടോട്ടൽ കോസ്റ്റ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 16,500 ആണ്. 16,500 ആണ് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓർ പാറ്റ് PAT ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻടു 100 ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം. ദെൻ ലെസ് ടാക്സ് ആൻഡ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 50% ആണ് ഇവിടെ ടാക്സ് റേറ്റ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 50% ആണ്. അപ്പം കിട്ടിയ പ്രോഫിറ്റിന്റെ 50% നമുക്ക് എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് അടയ്ക്കണം, ഗവൺമെന്റ് അടയ്ക്കണം. 10,000 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 റുപ്പീസ് ടാക്സ് ആണ്. 16,500 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,250 റുപ്പീസ് ടാക്സ് ആണ്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് PAT. ഓക്കെ, ഡിഫറൻസ് 5,000 then 8,250 ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. Then നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം 40,000 60,000 ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന ഈ ടാക്സ് എലമെന്റ് കുറച്ചതിന് ശേഷം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ കിട്ടി, നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് എടുക്കാം. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയ 5,000 ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ആയ 40,000 ഇൻറ്റു 100 that is equal to 12.5% എന്ന് കിട്ടും. Okay, then again in case of new machinery 8,250 divided by investment amount ആയ 60,000 into 100 that is equal to 13.75%. Okay, final answer ആയി. ഫൈനൽ ആൻസർ ആയിട്ടില്ല. നമ്മുടെ ആൻസറിൽ ഒരു ഡിസിഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും. അപ്പം ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്തെന്ന് പറയുന്നത് ഒരു ഫൈനൽ ആൻസർ എന്ന് നമ്മൾ കരുതി വെച്ചേക്കുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷന്റെ പ്രോജക്ട് അപ്രൈസൽ ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ടെക്നിക്ക് പഠിക്കുമ്പോൾ എന്താ നമ്മൾ ഇങ്ങനെ ഡിസിഷൻ ഓറിയന്റഡ് ആയിട്ട് ഈ ടെക്നിക്സ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസിഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓൾഡ് മെഷീൻ ഒന്നുകിൽ നമുക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂ മെഷീൻ പർച്ചേസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷന് വേണ്ടിയിട്ടുള്ള ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അണ്ടർ റീപ്ലേസ്മെന്റ് കേസിൽ നമ്മൾ 2 ഓപ്ഷനിൽ ഏതിനാണോ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ കാണിക്കുന്നത് അതായിരിക്കും അക്സെപ്റ്റബിൾ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂ മെഷീൻ ആണ് വെൻ കമ്പയറിംഗ് ടു ഓൾഡ് മെഷീൻ ഹയർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ നമ്മൾ ഡിസിഷൻ എഴുതണം. ഡിസിഷൻ ഹിയർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ന്യൂ മെഷീൻ ഈസ് higher than old machine, so it is advisable to purchase new machine or replace the old machine. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഡിസിഷൻ നമ്മൾ കൃത്യമായിട്ടും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ ഡിസിഷൻ കോട്ട് ചെയ്യണം. ഇപ്പോഴാണ് നമുക്ക് ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക്സ്.